ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. മത്സ്യത്തൊഴിലാളികളോടുള്ള സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കുക. BMS. രാജ്യത്തിന്റെ കടലോര കായലോര മേഖലയുടെ അതിർത്തി പ്രദേശത്ത് നാവികസേനയെ പോലെ തന്നെ രാജ്യത്തിന്റെ രക്ഷകരായി പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സർക്കാരുകൾ കണ്ടില്ല എന്ന് നടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് ദുഃഖകരമാണെന്ന് BMS സംസ്ഥാന ട്രഷറർ C. ബാലചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഒരുപക്ഷെ നാവികസേനയ്ക്ക് തുല്യം ഈ കടലിനെയും ഭാരതത്തെയും നമ്മുടെ അതിർത്തിയും സംരക്ഷിക്കുന്ന ആളുകളാണ് ഭാരതത്തിലെ മത്സ്യത്തൊഴിലാളികൾ. ചിലർക്കാരല്ല. നമുക്കറിയാം, പറയാൻ വന്നപ്പോൾ കേരളത്തിന്റെ സൈനികർ നിന്ന് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ച് കേരളത്തിലെ ഫയർഫോഴ്സും പോലീസും സംവിധാനമൊക്കെ പരാജയപ്പെട്ട സമയത്ത് ഇവിടുത്തെ പ്രളയത്തിൽ നിന്ന് നമ്മുടെ ആളുകളെ രക്ഷപ്പെടുത്തിയെടുത്ത ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. കടലിനോട് പട്ടംകൊട്ടിപ്പെടുന്ന ആളുകൾ. പക്ഷെ അത് അതിൽ നിന്ന് പോണ സമൂഹം മുഴുവൻ വേണ്ടുന്ന കാര്യങ്ങൾ നോക്കൂ. ഭാരതത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ 67% പേരും ദാരിദ്ര്യത്തിലേക്ക് താഴെയാണെന്ന് പറയുന്നത്. കേരളത്തിലുള്ള സർവേയിൽ നിൽക്കുന്ന 49% മത്സ്യത്തൊഴിലാളികൾക്കും 5 സെന്റിൽ താഴെ മാത്രമാണ് സ്ഥലമുള്ളതെന്ന് പറയുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടുന്ന ഒരു പരമ്പരാഗത വ്യവസായ മേഖല തകർക്കുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ തന്നെ കേരളവും തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളും നമുക്കറിയാം, കശുവണ്ടി മേഖല, കയറ് മേഖല, ബീഡി മേഖല, ഇതെല്ലാം കേരളത്തെ തകർക്കുന്നത് തൊട്ട സംസ്ഥാനങ്ങളിൽ തന്നെ വ്യാപിച്ചു വരുന്നുണ്ട്. അത്തരത്തിലൊരു പരമ്പരാഗത വ്യവസായ മത്സ്യത്തൊഴിലാളികളെ നശിപ്പിക്കുക എന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി അതേ നയം തുടരുക തന്നെയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ചെയ്യുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മത്സ്യമേഖലയിലെ മത്സ്യത്തൊഴിലാളികളിൽ 50% താഴെ ഇന്നും നിത്യജീവിതത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർക്ക് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഇടത് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെഡറേഷൻ പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, മത്സ്യമേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, CRSETന്റെ മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന വ്യവസ്ഥകളിൽ ഇളവ് വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കി. തുടർന്ന് BMS സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ, മത്സ്യത്തൊഴിലാളി മഹാസംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി P. ജയപ്രകാശ്, ട്രഷറർ AD ഉണ്ണികൃഷ്ണൻ, BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി CS സുനിൽ, MP പരമേശ്വരൻ, V. ശിവദാസ്, KV ശ്രീനിവാസൻ, K. ഹരീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് താഴെ പറയുന്നവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് MD ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് PS സന്തോഷ്, CS സുനിൽ, ജയചന്ദ്രൻ, V. ശിവദാസ്, സേതു തിരുവെങ്കിടം, ജനറൽ സെക്രട്ടറി P. പരമേശ്വരൻ, സെക്രട്ടറി KV ശ്രീനിവാസൻ, P. ദിനേശ്, PS സജിത്, ദിനുവേൽ, ദീപ രാജേന്ദ്രൻ, ഗജാൻജി, MM സതീശൻ എന്നിവരെ തെരഞ്ഞെടുത്തു. Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi.